വെൽക്കം ബാക്ക് വൈറ്റ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സിന്റെ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഫിനാൻഷ്യൽ ഇയർ 2024-25 സാമ്പത്തിക വർഷത്തിലെ, അതായത് അസസ്മെന്റ് ഇയർ 2025-26 അസസ്മെന്റ് ഇയറിലെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലുള്ള എങ്ങനെ നമുക്കതിന്റെ ഫയലിംഗ് ചെയ്യാം, സെൽഫ് അസസ്മെന്റ് ആയിട്ട് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റീഫണ്ടിന് എങ്ങനെ കൊടുക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. നോർമലി ജൂലൈ 31 മുമ്പ് ചെയ്യേണ്ടത് ഇപ്രാവശ്യം നമ്മൾ ഓഡിറ്റ് ഇല്ലാത്ത, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കേസുകളിലൊക്കെ നമുക്ക് മീൻസ് നോർമൽ ടാക്സ് പേയേഴ്സിന്റെ ഒക്കെ നമുക്ക് സെപ്റ്റംബർ 15 ഉള്ളിലായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കേസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ITR ഫോംസിൽ കുറെ മാറ്റങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല, ഡിഡക്ഷൻസിന് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യാൻ, ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ്, ഒരു പോളിസി ആണെന്നുണ്ടെങ്കിൽ പോളിസി ഏത് കമ്പനിയാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്, എമൗണ്ട് എത്രയാണ്, സമ്മഷ്യോട് എത്രയാണ്, ആരൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാ ഡിഡക്ഷൻസിനും മാക്സിമം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ, അതുപോലെ ഫോം 16 വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലുള്ള ചില അപ്ഡേഷൻസ്, ഇതിനൊക്കെ അനുസരിച്ച് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ഇതിന്റെ ഫോംസ് കാര്യങ്ങളിൽ ഒക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ ഇതിന്റെ വർക്കിങ്സിന് വേണ്ടിയിട്ട് ഈ ഫോംസ് ഒക്കെ ആയി വരുന്നുള്ളൂ പലതും. അപ്പൊ ഇതായി വരാനുള്ള ഒരു ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതായ ശേഷം നമുക്ക് സമയം ചെയ്യാൻ സമയം വേണം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സെപ്റ്റംബർ 15 ഇത് നീട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 15 ഉള്ളിലായിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കേസ് നമുക്ക് അറിയാം. സാധാരണ രീതിയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധമായ കേസ് 1 കോടിയിലധികം നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു വർഷം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫോറിൻ ട്രാവലുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ TDS TCS ഒക്കെ 25,000-ൽ കൂടുതൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് TDS വൺസ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടാക്സ് പിടിച്ചല്ലോ, ഇനി ഫയൽ ചെയ്യണ്ടല്ലോ എന്ന് കരുതി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധമായിട്ടും വരും ഈ കേസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബിസിനസ് റെസിപ്റ്റ് കഴിഞ്ഞ വർഷം 60 ലക്ഷത്തിന്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലുണ്ട് ഇങ്ങനത്തെ കേസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ 50 ലക്ഷത്തിലധികം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കേസുകളിലും ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ TDS ചില എമൗണ്ടുകൾ ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ വലിയ എമൗണ്ട് ആണെങ്കിലും പോലും ചിലപ്പോൾ നമ്മുടെ ഒരു FD ഉണ്ടെന്നുണ്ടെങ്കിൽ FD നമ്മൾ പിൻവലിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വർഷത്തെ FDയിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും, അതിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വാഹനം പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചിലതൊന്നും TDS നമ്മൾ നോട്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹജ്ജിന്റെ ട്രാവലിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ചില പേയ്മെന്റുകളിലൊക്കെ TDS പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും പിടിച്ചത് ചിലപ്പോൾ നമ്മൾ അറിയില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വൺസ് ഇൻകം ടാക്സിന്റെ സൈറ്റിലൊക്കെ കയറി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താലേ ചിലപ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഡിഡക്ഷൻസും നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ലോണിന്റെ പർപ്പസിന്, വിസ ആപ്ലിക്കേഷൻസിന്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, വിസ ആപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ്. ലോണിനൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആയി ബന്ധപ്പെട്ട് ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഈ വർഷം ഫയൽ ചെയ്താലേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ അടുത്ത വർഷം നമുക്ക് ഇൻകം ആണ് അടക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും അത് വെച്ച് ഈ വർഷത്തെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എല്ലായിടത്തും ഇതൊക്കെ നമ്മൾ ഇൻകം പ്രൂഫ് എന്ന് പറയാം. ഇപ്പൊ ലോണിനാണെങ്കിൽ ഇതൊരു ഇൻകം പ്രൂഫാണ്, അതുപോലെ തന്നെ വിസയുടെ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻകം പ്രൂഫാണ്. ഇങ്ങനെ എവിടെയൊക്കെ നമ്മുടെ ഇൻകത്തിന്റെ പ്രൂഫ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് നമുക്ക് വരുമോ,
അല്ലെങ്കിൽ ഇൻകത്തിന്റെ പ്രൂഫായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടുന്ന് ഫണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഫണ്ടിന് സോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഈ വർഷം നിങ്ങൾ ഇപ്പൊ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്ര ഇൻകം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് ഇതവിടെ നിൽക്കും. ഈ രീതിയിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടും ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുമ്പം ഇത് ഒരു 5 സ്റ്റെപ്പുകളിലായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ITR ഫോം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ITR ഫോം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഫോം വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഫോമുകൾ പ്രധാനമായിട്ടും ITR 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 ഫോമുകൾ ഉണ്ട്. നോർമലി സാലറികളുടെ ഒക്കെ കേസിൽ ITR 1 ആണ് വരുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ITR 1ലേക്ക് വരുമ്പോൾ നമുക്ക് സാലറി, പെൻഷൻ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ITR 1 നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ട്, അതായത് നമ്മൾ ഒരു പിന്നെ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ഇൻകം, അതിന്റെ റെന്റ് നമുക്ക് മാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്, FDയിൽ ഇൻട്രസ്റ്റ്, SB അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഡിവിഡൻഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതർ സോഴ്സിൽ വരുന്ന ഏത് ഇൻകം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ITR 1 നമുക്ക് ITR 1 ഉപയോഗിച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5000 രൂപയിൽ താഴെ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ITR 1 യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ITR 2 ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോ നോർമലി സാലറിയുടെ കേസിൽ നമ്മൾ ITR 1 ഉപയോഗിക്കാന്ന് പറഞ്ഞു. എന്നാലും ITR 1 നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില കേസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ ഡയറക്ടർ ആകുമ്പോൾ സാലറി മാത്രമേ ഉള്ളൂ, പിന്നെ പ്രോഫിറ്റ് ആയിട്ടോ മറ്റുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ മീൻസ് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളൊക്കെ പോലുള്ള ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഷെയർ ഹോൾഡർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ ആദ്യം പറഞ്ഞ ഡയറക്ടർ ആണ്, ഇത് ഷെയർ ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡറുടെ കേസിൽ എന്താണ്, നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോറിൻ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ഫോറിനിൽ നിങ്ങൾക്ക് അസറ്റ് ഉണ്ട്, അതുപോലെ ഫോറിനിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവിടെ സൈനിങ് അതോറിറ്റി ഉണ്ട്. ഇങ്ങനത്തെ കേസുകളിലൊന്നും ITR 1 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 194N പ്രകാരം TDS പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, 194N എന്ന് പറയുന്നത് പിന്നെ ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന കേസുകളിൽ TDS പിടിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ IT ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 20 ലക്ഷത്തിന്റെ മുകളിലായാൽ തന്നെ പിടിക്കും. അതുപോലെ തന്നെ IT ചെയ്യുന്ന ആളുകൾക്ക് 1 കോടിയുടെ മുകളിലും പോവുകയാണെങ്കിലും അപ്പോഴും പിടിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ 194N പ്രകാരം നിങ്ങൾക്ക് TDS പിടിച്ച കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ വരുന്ന കേസുകളിൽ നമുക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകണം അടുത്ത വർഷങ്ങളിലേക്ക് എന്നാണെന്നുണ്ടെങ്കിൽ ITR 1 യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 50 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് ഇൻകം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സാലറി ചിലപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷത്തിന് താഴെ ആയിരിക്കാം, മറ്റുള്ള ഇൻട്രസ്റ്റോ മറ്റു കാര്യങ്ങളോ കൂട്ടി നോക്കുമ്പോൾ 50 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇനെലിജിബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 വെച്ചിട്ട് നിങ്ങളുടെ ITR റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ITR 2ലേക്ക് വരാം. ITR 2ലേക്ക് വരുമ്പോൾ 1,25,000 രൂപയിലധികം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലം വാങ്ങി വിറ്റതാവാം, ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ഇങ്ങനത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 1,25,000 മുകളിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 യൂസ് ചെയ്യണം. അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് റെന്റൽ ഇൻകം ഉള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 ഉപയോഗിക്കണം. അതുപോലെ തന്നെ 50 ലക്ഷത്തിൽ താഴെയുള്ളതാണ് നമ്മൾ ITR 1 പറഞ്ഞത്. 50 ലക്ഷത്തിന്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 യൂസ് ചെയ്യണം. പിന്നെ ITR 3 നോർമലി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണലിൽ നിന്നുള്ള ഗെയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ITR 3 ആണ്. പിന്നെ ITR 4ലേക്ക് വരുമ്പോൾ പിന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷണലിലുള്ള ഇൻകം തന്നെയാണ്, പക്ഷെ ഒരു സെർട്ടൈൻ ലിമിറ്റിൽ, ഒരു ചെറുകിട ബിസിനസ്സുകൾ അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ചെറിയ എമൗണ്ട് ആണ് വരവുള്ളൂ, വലിയ ബിസിനസ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ മുഴുവൻ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ടോട്ടൽ റെസീപ്റ്റ് എത്രയാണോ അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ബിസിനസ്സുകളിൽ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തതിന്റെ 8% നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. ക്യാഷ് അല്ല ബാങ്ക് ത്രൂ റിസീവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ 6%, 6% നിങ്ങൾ കാണിച്ചാൽ മതി. ആ കാണിച്ച ഇൻകത്തിന്റെ സ്ലാബ് അനുസരിച്ച് നമ്മൾ എന്താണ് ടാക്സ് പേയബിൾ എത്ര ഉണ്ടോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടച്ചാൽ മതി, അല്ലെങ്കിൽ പേയബിൾ അത്രയാണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ITR 4 യൂസ് ചെയ്യാം. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ക്യാഷ് ബാലൻസ്, ക്രെഡിറ്റേഴ്സ്, ഡെബിറ്റേഴ്സ് പോലുള്ള കുറച്ച് ബാലൻസുകൾ നമ്മൾ കാണിക്കേണ്ട ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇതാണ് ITR 4. അപ്പൊ നമ്മൾ ITR 1, 2, 3, 4 പറഞ്ഞു. ഇനി 5, 6, 7 ഒക്കെ ഉണ്ട്. കമ്പനികളുടെ കേസ്, LLP-കളുടെ കേസ്, പിന്നെ ട്രസ്റ്റുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, പിന്നെ ഇങ്ങനത്തെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് ഈ ഫോമുകളൊക്കെ ഉപയോഗിക്കാം. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇൻഡിവിജ്വലിന്റെ കേസ് അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് IT ഫയൽ ചെയ്യാനുള്ള അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് കാര്യങ്ങളും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഫോം 16 അല്ലെങ്കിൽ ഫോം 16, 16A, 16B എന്നൊക്കെ പറയും. അതായത് നിങ്ങളുടെ TDS പിടിച്ച ആൾ, നിങ്ങളൊരു എംപ്ലോയി ആണ്, ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിന്ന് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ എംപ്ലോയർ നിങ്ങൾക്ക് ഫോം 16 പ്രൊവൈഡ് ചെയ്യും, TDS പിടിച്ചതിന്റെ പ്രൂഫായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷനോ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് TDS പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് പിടിക്കുമ്പോൾ ആ ബാങ്ക് നിങ്ങൾക്ക് അതിന്റെ ഫോം തരും. ഇങ്ങനെ ആരാണോ നിങ്ങളുടെ അടുത്ത് TDS പിടിച്ച് അവർക്ക് അതിന്റെ ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു ഫോം 16 അല്ലെങ്കിൽ 16A കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അതാണ് ഒന്നാമത്തെ ഡോക്യുമെന്റ്. അടുത്തത് 26AS എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ആളുകൾ നമ്മളെ അടുത്തുനിന്ന് പിടിച്ച TDSന്റെയും TCSന്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഒരുമിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് 26AS എന്ന് പറയുന്നത്. അപ്പൊ 26AS ഡൗൺലോഡ് ചെയ്താൽ അതിൽ നമ്മളുടെ അടുത്തുനിന്ന് ആരൊക്കെ പിടിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങളൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ ഉള്ളത് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിന്ന് തന്നെ AIS എന്ന് പറയും, ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് പിന്നെ നമ്മൾ TDSും TCSും നമ്മുടെ GSTയിലുള്ള ട്രാൻസാക്ഷൻസ്, GST ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ടോട്ടൽ സെയിൽസ്, പർച്ചേസുകൾ, പിന്നെ നമ്മുടെ SBയിലുള്ള ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങൾ, നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങി വിറ്റിട്ടുണ്ടെങ്കിൽ അത്, ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സകലമാന കാര്യങ്ങളും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എവിടെ ഉണ്ടാവും, AIS ആൻഡ് TIS എന്ന് പറയും. ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ, ഈ ഡോക്യുമെന്റുകൾ റെഡിയാക്കണം. അതിനുശേഷം വേണ്ടത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒന്നിലെ കൂടുതൽ ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്കിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ ഇടപാടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓർത്തെടുക്കുന്നതിൽ കൂടുതൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വരാത്ത പലതും കാണും. നമ്മളൊന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഇതേതാ എമൗണ്ട്, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനൊരു എമൗണ്ട് ബാങ്കിൽ വന്നിട്ടുണ്ടല്ലേ, ഇതാണ് കാര്യം എന്നുള്ള സംഭവം നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഈ രീതിയിൽ ബാങ്കിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും എമൗണ്ടുകൾ വന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ PFന്റെ മെച്യൂരിറ്റി പോലുള്ള നോൺ ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരാം, ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ അതൊക്കെ ക്രോസ് വെരിഫൈ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഫോം 16, 26AS, AS, ഈ കംപ്ലീറ്റ് കാര്യങ്ങളും പരസ്പരം നമ്മൾ മാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് IT ഫയലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും രീതിയിലുള്ള മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫോം സെലക്ട് ചെയ്തു, വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ പിന്നെ വേണ്ട ഇടത്തുനിന്നെല്ലാം നമ്മൾ ഗ്രാബ് ചെയ്തു, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനുശേഷം ITR റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിലേക്ക്, അതായത് incometax.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഫയൽ റിട്ടേൺ എന്നുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിന്നെ ഇയർ ഏതാണോ, ഫൈനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആദ്യം തന്നെ ITR ഫോം നമ്മൾ സെലക്ട് ചെയ്യും. ഫോം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, പാൻ നമ്പർ, ആധാർ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ ID, ഫോൺ നമ്പർ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് പിന്നെ ഒരു പരിധി വരെ അതിൽ കാണാൻ പറ്റും. അതിൽ കാണാത്ത ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിൽ നമ്മുടെ പഴയ ഇമെയിൽ IDയോ ഫോൺ നമ്പറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമുക്ക് ആദ്യം കാണാൻ പറ്റും. അതിലെന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് വരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ
ന്യൂ റെജീമിലാണോ ഓൾഡ് റെജീമിലാണോ നമ്മുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കണം. ഓൾഡ് റെജീമിൽ നമുക്ക് പല രീതിയിലുള്ള ഡിഡക്ഷൻസും കിട്ടും. പക്ഷേ ടാക്സ് റേറ്റ് എന്തായിരിക്കും? നമുക്ക് കൂടുതലായിരിക്കും. സ്ലാബ് നോക്കുമ്പോൾ ടാക്സ് റേറ്റ് കൂടുതലായിരിക്കും. ന്യൂ റെജീമിൽ കാര്യമായിട്ടുള്ള ഡിഡക്ഷൻസും കാര്യങ്ങളൊന്നും കിട്ടില്ല, പക്ഷെ ടാക്സ് റേറ്റ് നമുക്ക് കുറവായിരിക്കും. അപ്പോൾ ഓൾഡ് റെജീമിൽ നമുക്ക് പിന്നെ ATC പ്രകാരം LIC, PF അടച്ചിട്ടുള്ളത്, ട്യൂഷൻ ഫീസ്, മറ്റു കാര്യങ്ങൾ, മറ്റു സെക്ഷനിലേക്ക് വരും ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ഫാമിലിക്കോ മറ്റുള്ള പാരന്റ്സിനൊക്കെ ആയിട്ട് വരുന്ന ഇൻഷുറൻസ് പോളിസി, NPS കോൺട്രിബ്യൂഷൻ, NPS എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ന്യൂ റെജീമിലും അവൈലബിൾ ആണ്. അങ്ങനെ ന്യൂ റെജീമിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾഡ് റെജീമിൽ നമ്മുടെ എംപ്ലോയി കോൺട്രിബ്യൂഷനും കാര്യങ്ങൾ പറ്റും. അതുപോലെ തന്നെ ഹോം ലോൺ ഇൻട്രസ്റ്റ്, ഹോം ലോൺ നമ്മൾ സെൽഫ് എക്യുപ്പൈഡ് ആയിട്ടുള്ള ഹോം ലോണിന്റെ ഇൻട്രസ്റ്റും നമുക്ക് ഓൾഡ് റെജീമിൽ കിട്ടും. പക്ഷെ നമ്മൾ റെന്റലിൽ കൊടുത്തതിന്റെ മാത്രമാണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റ് വരെ ഏതില് പുതിയതിൽ പറ്റുള്ളൂ. പുതിയതിൽ നമുക്ക് പിന്നെ റെന്റലിന്റെ മാത്രമാണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഴയതിൽ എന്താണ്? നമ്മൾ സെൽഫ് എക്യുപ്പൈ ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ ലോണിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റും നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഡിഡക്ട് ചെയ്തിട്ട് വരുന്ന എമൗണ്ടിലാണ് നമുക്ക് ഓൾഡ് റെജീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ആ ടാക്സബിൾ ഇൻകത്തിൽ നമ്മൾ ടാക്സ് അടക്കുമ്പോൾ എന്തായിരിക്കും? ടാക്സ് റേറ്റ് കൂടും. അതേസമയം പിന്നെ ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഡക്ഷൻസ് കാര്യമായിട്ടില്ല, പക്ഷെ നമുക്ക് ന്യൂ റെജീമിൽ എന്തായിരിക്കും? ടാക്സ് റേറ്റ് കുറവായിരിക്കും പൊതുവെ. ഓക്കെ, അപ്പോൾ പൊതുവെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ന്യൂ റെജീം ആളുകൾ ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ഡിഡക്ഷൻസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് വേണ്ട എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം. പുതിയ റെജീമാണ് എല്ലാവർക്കും അധികം മോസ്റ്റ് കേസിൽ ന്യൂ റെജിം തന്നെയായിരിക്കും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരിക. ന്യൂ റെജിം തന്നെയായിരിക്കും അധികം ആളുകളും സെലക്ട് ചെയ്യുന്നത്. നമുക്ക് അവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ റെജിം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മളുടെ പേരിലുള്ള എല്ലാ ബാങ്ക് ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. പിന്നെ ബാങ്കിന്റെ IFSC മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതുപോലെ നമുക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ വരാൻ എന്നുള്ള രീതിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വിത്ത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് ബാങ്കുമായിട്ട് മാച്ച് ആക്കിയിട്ട് നോക്കിയിട്ട് നമ്മുടെ പാൻ പ്രകാരമൊക്കെ നെയിമും കാര്യങ്ങളൊക്കെ മാച്ച് ആണെന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുകയും കൂടെ അതിന്റെ ഭാഗമായിട്ട് വേണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് ആണ്. ആദ്യം നമ്മുടെ സാലറിയിൽ പിന്നെ വിവിധങ്ങളായിട്ടുള്ള രീതിയിലുള്ള സാലറികൾ എന്തൊക്കെയാണ്, അതിൽ ഡിഡക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഈ രീതിയിൽ സാലറിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓരോ ഹെഡും സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, മറ്റുള്ള അതർ സോഴ്സുകൾ, ക്യാപിറ്റൽ ഗെയിൻ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എവിടുന്നൊക്കെ നമുക്ക് ഇൻകം ഉണ്ടോ ഈ ഇൻകത്തിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. ഇതിലൊക്കെ നമ്മൾ എടുത്ത റെജിം പ്രകാരം നമുക്ക് അലൗവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുകയും ചെയ്താൽ ആ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. 3 സ്റ്റെപ്പും കഴിഞ്ഞു. പിന്നുള്ളത് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും പ്രകാരം ടോട്ടൽ ഇൻകം ഇത്ര, ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇത്ര വരുന്നുണ്ട്, പിന്നെ റിബേറ്റും കാര്യങ്ങളും ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് നെറ്റ് അതിലുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലേറ്റ് ഫീയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് അടക്കാനുള്ള എമൗണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൽ നമ്മളുടെ ഏതെങ്കിലും TDS ആയിട്ടോ അഡ്വാൻസ് ടാക്സ് ആയിട്ടോ ഒക്കെ നമ്മൾ മുമ്പ് അടച്ച എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ച എമൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ബാക്കി അടക്കാനുള്ള എമൗണ്ട് ഇത്രയാണെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സൈറ്റിൽ തന്നെ ഈ ഫയലിൽ പേ ടാക്സിൽ ന്യൂ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് നമ്മൾ അസസ്മെന്റ് ഇയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് UPI അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള രീതി, ബാങ്ക് ട്രാൻസ്ഫർ അല്ല, ബാങ്കിൽ നിന്ന് ഓൺലൈൻ ബാങ്കിങ് എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ആ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചലാൻ പേയ്മെന്റ് ചെയ്തതിന്റെ ചലാൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ റീഫണ്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അടച്ച എമൗണ്ട് ഓൾറെഡി നമ്മൾ അടുത്തുനിന്ന് TDS പിടിച്ചതോ അടച്ചതോ ഒക്കെ ആയിട്ടുള്ള എമൗണ്ട് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാവും. അത്രയും എമൗണ്ട് ശരിക്കും നമുക്ക് അടക്കാൻ വരുന്നില്ല. അങ്ങനത്തെ കേസുകളിൽ ഇത് റീഫണ്ട് ഇത്രയും എലിജിബിൾ ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കും. ആ എമൗണ്ട് അത്രയും വെച്ചിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാനുള്ളൂ. അപ്പൊ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ഒന്ന് റിവ്യൂ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പിന്നെ നമ്മുടെ ആധാർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടോ ഒക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. ഓൺ ദ സ്പോട്ടിൽ ചെയ്യാം, അതല്ലെങ്കിൽ പിന്നീട് ചെയ്യാം.
30 ഡേയ്സിന്റെ ഉള്ളിലായിട്ട് ചെയ്യണം എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് സബ്മിറ്റ് ചെയ്താൽ അത്രയും കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ആധാർ OTP വെച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാറിലുള്ള ഫോൺ നമ്പറിലേക്ക് OTP വരും. അത് വെച്ച് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താൽ എന്തായി, ഫയലിംഗ് കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ പിന്നെ സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി വെരിഫൈയും കൂടി ചെയ്യുന്നതോടുകൂടി, വെരിഫൈ ചെയ്താലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ വെരിഫൈയും കൂടി ചെയ്യുന്നതോടുകൂടി എന്തായി, നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിലുള്ള എന്തൊക്കെ എവിടേക്ക് അപ്ലിക്കബിൾ ആവും എന്നുള്ളത് നോക്കുകയും ഏത് ഫോം സെലക്ട് ചെയ്യും, ഏത് റെജിം നമ്മൾ സെലക്ട് ചെയ്യും, ഇതിൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതല്ലാത്ത കേസുകൾ എന്താണ്, ഇത് നമുക്ക് പിന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ ആകുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നോട്ടീസോ പ്രശ്നങ്ങളോ കാര്യങ്ങൾ വരികയോ പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം നമുക്ക് വിട്ടുപോവുകയോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫോർമേഷൻസ് ഇൻകം അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഇൻഫോർമേഷൻസ് നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ ഇതൊക്കെ പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഫയലിംഗ് ചെയ്യാൻ. അപ്പോൾ ഈ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൂ, അതിന്റെ റെജീം തമ്മിലുള്ള മാറ്റങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസ് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.